ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോൻ കുറച്ച് ദിവസങ്ങളായി വല്ലാത്ത അസ്വസ്ഥതയിലാണ്. അതായത് തിരയും തീരവും തമ്മിലുള്ള മത്സരം. രണ്ടും പ്രണയം തന്നെയാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ മോൻ കല്യാണം കഴിച്ചു. പക്ഷേ അവളോട് മോന് പ്രണയം ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രണയം ഉണ്ടായപ്പോ അത് പറയാനും സാധിക്കുന്നില്ല. എന്താ ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയാണ്. പൂർണ്ണചന്ദ്രനിൽ മോന്റെ മുഖം കണ്ട് മോനെ പ്രണയിച്ച പെൺകുട്ടിയെ മോൻ ഒരിക്കലും നിരസിക്കരുത്. ദൈവകോപം ഉണ്ടാവും. പൂർണ്ണചന്ദ്രനില് എന്റെ മുഖം കണ്ട പെൺകുട്ടിയോ? അതാരാ? ആ പെൺകുട്ടിയെയാ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവളാണ് മോന്റെ ഭാര്യ. അതൊരു ദേവതയാണ്, രാജകുമാരിയാണ്. ആ കുട്ടിയാണ് മോന്റെ ഐശ്വര്യം. അവളൊരു വിളക്കാണ്. വരണമാല്യം ദൈവത്തിന്റെ വരദാനമാണ്. എല്ലാ വിവാഹങ്ങളും ദൈവ തീരുമാനങ്ങളുമാണ്. നിങ്ങളെ ഒരുമിപ്പിച്ച ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ചില പദ്ധതികളുമുണ്ട്. മനസ്സ് വിഷമിച്ചു നിൽക്കുന്ന മോന്റെ അടുത്തേക്ക് എന്നെ അയച്ചത് ദൈവമാണ്. ഒരു ദേവദൂതാണ് ഞാൻ മോന് നൽകിയത്. പൂർണ്ണചന്ദ്രനിൽ ആ കുട്ടി മോന്റെ മുഖം കണ്ട് പ്രണയിച്ചുവെങ്കിൽ അതേ അമ്പിളിക്കലയിൽ അവളുടെ മുഖം മോനും കാണാൻ പറ്റും. അത് കാണുമ്പോ മോൻ അവളെ പ്രണയിച്ചു തുടങ്ങും. അങ്ങനെ മനസ്സിനുള്ളിലെ പ്രണയത്തെ ആ കുട്ടിക്ക് നൽകൂ. ഈശ്വരൻ രണ്ടുപേരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു തന്നതിന് അങ്ങേക്ക് നന്ദി. വേണ്ട, വിശപ്പിന് ആഹാരം വാങ്ങി തന്നതിന് നന്ദി ഞാൻ അങ്ങോട്ടല്ലേ പറയണ്ടേ? പൂർണ്ണചന്ദ്രനിൽ മോന്റെ മുഖം കണ്ട് മോനെ പ്രണയിച്ച പെൺകുട്ടിയെ മോൻ ഒരിക്കലും നിരസിക്കരുത്. പൂർണ്ണചന്ദ്രനിൽ ആ കുട്ടി മോന്റെ മുഖം കണ്ട് പ്രണയിച്ചുവെങ്കിൽ അതേ അമ്പിളിക്കലയിൽ അവളുടെ മുഖം മോനും കാണാൻ പറ്റും. അത് കാണുമ്പോ മോൻ അവളെ പ്രണയിച്ചു തുടങ്ങും. അങ്ങനെ മനസ്സിനുള്ളിലെ പ്രണയത്തെ ആ കുട്ടിക്ക് നൽകൂ. ഈശ്വരൻ രണ്ടുപേരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഋതിക മേഡത്തോട് അടുത്തത് മേഡത്തോടുള്ള എന്റെ കരുതലല്ലായിരുന്നോ? ഒരു ബോഡി ഗാർഡിന്റെ കരുതൽ? അതോ അതിൽ പ്രണയം ഉണ്ടായിരുന്നോ?